24 ബ്രേക്കിംഗ്. കൊല്ലം തെന്മല പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയകേന്ദ്രത്തിൽ വയോധികമാർക്ക് ക്രൂര പീഡനം. പുനർജനി അഭയകേന്ദ്രത്തിന്റെ ഉടമ അഞ്ചൽ സ്വദേശി ബ്രഹ്മദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബ്രഹ്മദാസ് ക്രൂരമായ ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന് 70-72 വയസ്സുള്ള വയോധികർ പരാതിയിൽ പറയുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. മെനിയാന്ന് അങ്ങനെ മദ്യം കുടിച്ചിട്ട് 3 കുപ്പി മദ്യം എടുത്ത് കട്ടിലിന്റെ അടുക്ക അകത്ത് വെച്ചിട്ട് ആദ്യം 2 കുപ്പി പൊട്ടിച്ച് കുടിച്ചിട്ട് മൂന്നാമത് ഒരു കുപ്പി എടുത്ത് ഗ്ലാസ് വിത്തിട്ട് വെള്ളം വെത്തി എനിക്ക് തന്നെ. ഞാൻ കുടിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കൂല, എനിക്ക് കുടിച്ചൂടാ, അസുഖം ഇല്ലാത്തോണ്ട് കുടിച്ചൂടാന്ന്. അങ്ങനെ തന്നെ അവിടെ പെരിക്കത്തിട്ട് ഇടിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ചെയ്ത് പെരിയാൻ പൊട്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മച്ചിൻ്റെ ഞാൻ വന്ന പുറത്ത് അമ്മച്ചി എന്നെ അടിക്കാൻ ഒരുങ്ങി. എന്തെന്ന് പറഞ്ഞ പൊന്ന് സാറുമാര് അതുണ്ടെന്ന് എൻ്റെ അമ്മച്ചിയെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ് പോയത്. കുളിപ്പേരെ കുളിക്കാൻ ഒക്കില്ല, അവനില്ലാതെ ഇത് വെക്കും. ഇത് വെച്ചിട്ട് അത് കണ്ടിട്ട് അവൻ്റെ ഫോട്ടോ പിടിച്ചിട്ട് അവനെ വേണ്ടാത്തവർക്ക് എന്നോട് പറയും. ഇവിടെ ഒന്ന് കുത്തിയിരിക്കും. അവസാനം ഈ കൊച്ചു 2 ഈ പെണ്ണിനെ 3 ദിവസം കൊണ്ട് അതിനെ കൊണ്ടുപോകുന്നു. അവന് ഇന്നലെ അവൻ എൻ്റെ നേരെ തുടങ്ങി കഥ തുറന്നു വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇന്നാവട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായ ഇന്നേ വരാമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഒരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടി. ഞാൻ നോക്കിയപ്പോൾ ആദ്യമേ ഒരു അമ്മ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എങ്ങും പോയില്ല, ഞങ്ങൾ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം മറ്റേ രണ്ടാമത് വന്ന ആളൂടെ വന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ പോവാ, കാര്യം പറയാൻ പറഞ്ഞു. ഇല്ല ഞങ്ങൾ പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം പറ. അന്നേരം പറഞ്ഞു ഞങ്ങൾ ചാകാൻ പോവാ. ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ചാകുന്നത്? ഞങ്ങളെ ഇവിടെ ഇട്ട് അങ്ങനെ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ അത് ചെയ്ത് ഞങ്ങളെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി പോരാൻ തുടങ്ങിയതാ. വൈകിട്ട് അന്നേരം രാത്രി ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാനില്ല. ഇന്നിപ്പോൾ അവർ പുനലൂർ പോയി, അതുകൊണ്ട് കതവ് പൂട്ടാതെ പോയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പുനർജനി അഗതി മന്ദിരത്തിലൊരു പ്രശ്നമുണ്ട്. അവരെ പ്രായമായ സ്ത്രീകളെ അവർ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അറിവിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ അമ്മമാർ പറയുന്നത് ഇതാണ്, രാത്രി 2 മണി 3 മണിയൊക്കെ ആയി അവരെ എടുത്തുകൊണ്ട് പോയി വേറെ റൂമിലാക്കി അവർക്ക് വെള്ളം കൊടുക്കുന്നത് അവർ തട്ടിക്കളയുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അസുഖവാക്കൾ അവരോട് പറയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സ്ഥാപനത്തിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച വയോധികർ പ്രദേശവാസികളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഈ കാര്യം പുറം ലോകം അറിഞ്ഞത്. ഇന്ന് ഇപ്പം എന്നെ ഇവിടുന്ന് അയൽക്കാരാണ് വിളിച്ചത്. ഇതുപോലെ 2 അമ്മമാർ ഇറങ്ങി വന്നിട്ടുണ്ട് എന്താണ്. അങ്ങനെ ഇവിടെ സ്ഥലത്തെത്തി അവരോട് കാര്യം തിരക്കിയപ്പം അവരിതുപോലെ അവരെ ഉപദ്രവിക്കുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ 2.5 മാസമായതേ ഉള്ളൂ ഇവിടുത്തെ ചേച്ചി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആള് മരിച്ചുപോയി. അന്നൊക്കെ ഇവിടെ വരുമ്പോഴൊന്നും ഇവിടെ ഇപ്പോൾ ഒരു 9 പേരോളം ആണുങ്ങളുണ്ട്, അവരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തിരക്കിയപ്പോൾ 10 ദിവസമായതേ ഉള്ളൂ അവരെത്തിയിട്ടെന്നാണ് പറഞ്ഞത്. മറ്റേ ആ 4 പേരായിരുന്നു. അധികം ഒരമ്മച്ചി 6 മാസം മുമ്പ് മരിച്ചു. അവർ നമ്മുടെ പാരിപ്പള്ളി ഉള്ളായിരുന്നു. അവരെ ബോഡിയൊക്കെ അവരെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി. അന്നൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ അമ്മച്ചിമാർ 3 പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അകത്ത് വേറൊരു അമ്മച്ചിയാണ്, അവരോട് കാര്യം തിരക്കിയപ്പോഴും അവരെന്നോട് അങ്ങനെ ആംഗ്യ ഭാഷയിൽ പറഞ്ഞത് ഇതുപോലെ ഒരാൾ വന്ന് തള്ളു കൊടുത്ത് എടുത്തോണ്ട് പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. മറ്റേ സ്ത്രീകളും എന്നോട് അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. സൂര്യഗായത്രിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൂര്യ, ആ അമ്മമാർ പറയുന്നത് നമുക്ക് കേട്ടു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ പറയുന്നത് പോലെ ഒരു ആവതില്ലാത്ത കാലത്ത് ഇപ്പോൾ അഭയകേന്ദ്രത്തിൽ എത്തിപ്പെട്ട കുറേ പേരുണ്ട്. അവരെല്ലാം പറയുന്നത് ഈ ബ്രഹ്മദാസ് എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. വളരെ മോശം രീതിയിൽ പെരുമാറുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അത്രയും 70-78 വയസ്സൊക്കെയുള്ള അമ്മമാർ പറയേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രമേൽ സങ്കടത്തോടെ മാത്രമേ അത് കണ്ടു നിൽക്കാൻ കഴിയുന്നുള്ളൂ. ആരാണ് ഈ ബ്രഹ്മദാസ്? എന്താണ് ഈ പുനർജനി? പ്രജിൻ അമൃത, വയോജനങ്ങൾക്ക് അഭയമാകേണ്ട ഒരു കേന്ദ്രത്തിനെതിരെയും അതിന്റെ നടത്തിപ്പുകാരനെതിരെയുമാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തങ്ങൾ അനുഭവിക്കുന്ന പീഡനത്തിന്റെ വിവരങ്ങൾ തുറന്നു പറയുന്നത് 70-72 വയസ്സുള്ള 2 അമ്മമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ പുനർജനി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഭയകേന്ദ്രം, അവിടെ 3 സ്ത്രീകളും 9 പുരുഷന്മാരും ഉൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ ആ സ്ഥാപനത്തിലുള്ളത്. നേരത്തെ ഒരു വയോധിക ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്ക് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് അറിയാൻ സാധിക്കുന്നത്. ഈ രണ്ട് വനിതകൾക്കാണ്, ഈ രണ്ട് വയോജനങ്ങൾക്കാണ് അതിക്രൂരമായിട്ടുള്ള പീഡനം അതിന്റെ നടത്തിപ്പുകാരനിൽ നിന്ന് തന്നെ തങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ള തുറന്നു പറച്ചിൽ അവർ നടത്തുന്നത്. ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം, ഉപദ്രവങ്ങൾക്ക് ശേഷം ഇന്ന് രണ്ടുപേരും ആ സ്ഥാപനം വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു, രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. അയൽവാസിയാണ് കാണുന്നത്. അയൽവാസിയോട് അവർ അയൽവാസി കാര്യം തിരക്കുമ്പോൾ തങ്ങൾ ചാകാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എന്താണ് പ്രശ്നമെന്നവർ തിരക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിനകത്ത് എന്താണ് നടക്കുന്നത്, ഉടമയുടെ ഭാഗത്തു നിന്ന് എന്താണ് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരതകൾ എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞത്. ഉടനെ തന്നെ ജനപ്രതികളെ വിവരം അറിയിക്കുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സ്ഥാപനം, ഈ പുനർജനി എന്ന് പറയുന്ന സ്ഥാപനം അഞ്ചൽ സ്വദേശികളായിട്ടുള്ള, അഗസ്ത്യകോട് സ്വദേശികളായിട്ടുള്ള രണ്ട് ദമ്പതികൾ നടത്തി വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഏപ്രിൽ 25-നാണ് ഇയാളുടെ ഭാര്യ മരണപ്പെടുന്നത്. അതിനുശേഷം ഈ ബ്രഹ്മദാസ് എന്ന് പറയുന്ന 52 വയസ്സുകാരനാണ് പിന്നീട് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാളുടെ ഭാഗത്തു നിന്നാണ് ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായിട്ടുള്ള 2 വയോജനങ്ങൾക്ക് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം നേരിടേണ്ടതായിട്ട് വരുന്നു എന്ന് അവർ തന്നെ തുറന്നു പറയുന്നത്. ഇയാൾ എന്ന് മദ്യപിച്ച് സ്ഥാപനത്തിലേക്ക് എത്തും, മദ്യപിച്ച് സ്ഥാപനത്തിലേക്ക് എത്തിയതിനു ശേഷം തങ്ങളോട് അപമര്യാദയായി പെരുമാറുക മാത്രമല്ല അതിക്രൂരമായിട്ട് മർദ്ദിക്കുമെന്നത് ഉൾപ്പെടെയാണ് അവർ തുറന്നു പറയുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ ഈ വസ്ത്രം അഴിച്ച് മർദ്ദിക്കും, അവരെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ഒരു സ്ത്രീ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.